സാംസങ്ങിൻ്റെ ടി വിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ നടുക്കൂടെ ഒരു ലൈൻ മാത്രമുണ്ട്. അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ടി വി ഓൺ ചെയ്തിട്ടുണ്ട്, ഇത് ഈ ഒരു ലൈനാണ്. പിന്നെ അത് മാത്രമല്ല, ഓഫായിട്ട് ഓൺ ആവുന്നുമുണ്ട്. അത് വേറെ ഒന്നുമില്ല, ഈ ലൈൻ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ്. ചില ടി വിയിൽ ഇതുപോലെ ഓഫായിട്ട് ഓൺ ആവും. അതായത് ഓസിലേഷൻ കട്ടായിട്ട് വീണ്ടും ഓസിലേറ്റ് ചെയ്യും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഇവിടെ ബോർഡ് ചെക്ക് ചെയ്തപ്പോൾ വെർട്ടിക്കൽ ഐ സി 2 കഷ്ണമായിട്ടിരിക്കുകയാണ്. ഈ വെർട്ടിക്കൽ ഐ സി 2 കഷ്ണമാവുന്നത് വേറൊരു ഈ LOT മോഡ് വഴി ലീക്ക് ചെയ്താലും നല്ലോണം ലീക്ക് ചെയ്താൽ ഇതേപോലെ കഷ്ണമായി പോകും. എനിക്കൊരു ഫ്ലാറ്റിൻ്റെ ടി വി ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. LOT ലീക്ക് അടിച്ചിട്ട് വെർട്ടിക്കൽ ഐ സി ഇതേപോലെ പൊട്ടിത്തെറിച്ച് ഔട്ടും അടിച്ചു പോയത്. അപ്പോൾ അത് വേറെ LOT ഇട്ട് ഔട്ട് വിട്ടിട്ട് വെർട്ടിക്കൽ ഐ സി ഇട്ടപ്പോൾ സംഭവം കറക്റ്റായി. പിന്നെ ഇതാ ഇവിടെ പ്രിൻ്റൊക്കെ ഏകദേശം കണ്ടില്ലേ, നല്ലോണം പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ വയറൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വയറൊക്കെ തെറ്റാതെ ഇളക്കണം, എന്നാലേ തിരിച്ച് അതേപോലെയൊക്കെ കൊടുക്കാൻ പറ്റൂ. ഒന്ന് തെറ്റിപ്പോയാൽ ചിലപ്പം വീണ്ടും ചിലത് പൊട്ടിത്തെറിക്കും, പിന്നെ വേറെ കംപ്ലൈൻറ്റ്സ് കാണിക്കും, പിന്നെ ഫുൾ സ്ക്രീനൊന്നും ആവത്തില്ല. അപ്പോൾ അതാ വെർട്ടിക്കൽ ഐ സി ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, 2 കഷ്ണമായി. LA78045 ആണ് ഇവിടെ ഇപ്പോൾ ഇതിൽ കിടക്കുന്ന നമ്പർ. ഇപ്പോൾ സെയിം നമ്പർ തന്നെ ഇടണം. 29 വരുന്ന വെർട്ടിക്കൽ ഐ സി ആണ്. 29 LA78045 ആണ് വരുന്ന വെർട്ടിക്കൽ ഐ സി. ഇതിപ്പോൾ അതാ വെർട്ടിക്കൽ ഐ സി ഒക്കെ ഊരിയെടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വേറെ വെർട്ടിക്കൽ ഐ സി ഒക്കെ ഇട്ടിട്ടുണ്ട്. കറക്റ്റ് നമ്പറാണ് ഇട്ടത്. LA78045 തന്നെയാണ് ഇട്ടതാ. പിന്നെ ഇടുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വോൾട്ടേജൊക്കെ നോർമൽ വോൾട്ടേജ് ആണോ എന്ന്. പിന്നെ ഈ വെർട്ടിക്കൽ ഐ സിയുടെ അടുത്തുള്ള സെനർ ഡയോഡ് ചെക്ക് ചെയ്തു, അല്ലാതെ നോർമൽ ഡയോഡ് കാര്യങ്ങളെല്ലാം ഞാൻ ചെക്ക് ചെയ്തു. ഇപ്പോൾ വേറെ ഷോർട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ അതാ ടി വി ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് വരുന്നോ നോക്കാം. കറക്റ്റായിട്ട് ബ്ലൂ സ്ക്രീനായി വന്നിട്ടുണ്ട്. ഇപ്പോൾ വേറെ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്യാനും, അതായത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്യാനും അതും കൂടെ മറക്കല്ല്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.